എല്ലാവർക്കും മറ്റൊരു മിനി വിഷയം എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. മിനി വിഷയം എന്നൊക്കെ പറഞ്ഞങ്ങ് ശീലമായി പോയല്ലേ. മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ഓഫ് ഫ്രീ ഫയർ. ഓക്കെ, ഫ്രീ ഫയർ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ. ഫസ്റ്റ് തിങ് പറഞ്ഞാൽ, ഇത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തൊരു അക്കൗണ്ടാണ്. കാരണം പഴയ അക്കൗണ്ടിൽ എന്തോ പറയാം, ഞാൻ കളിച്ചിട്ട് ഒരു ഇയറിലേറെയായി ഏകദേശം ഫ്രീ ഫയർ കളിച്ചിട്ട്. സോ അതിൻ്റെ ഇഷ്യൂ കൊണ്ടൊക്കെ തന്നെ എൻ്റെ ഒരു കളി പറഞ്ഞൊരു ബിഗിനർ ലെവൽ കളിയായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരു അക്കൗണ്ട് ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ഇത് ഗെയിം പ്ലേ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൂടാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു തോട്ട് മൈൻഡ് വന്നതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് ഒരു അക്കൗണ്ട്. സോ നമ്മളൊരു പുതിയ അക്കൗണ്ട് എടുത്ത് നമ്മളെ പേരൊക്കെ ഇങ്ങനെ ഇട്ടത്. 1-2 ദിവസം ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ 10 വരെ എത്തിച്ച് കുറേ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ എടുത്ത് ചെയ്ത് നോക്കി. സോ അങ്ങനെ ഒന്ന് എടുത്ത് സെറ്റാക്കിയതാണ്. പിന്നെ ഇത് പറഞ്ഞാൽ ഒരു ട്രയൽ വീഡിയോ പോലെ കളിക്കുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൗണ്ടിൻ്റെ എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്നൊക്കെ ഈ ഒരു വീഡിയോ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം പിന്നെ അത് വെച്ച് എങ്ങനെയെങ്കിലും നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തി സോൾവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ വൈ ഫ്രീ ഫയർ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞാൽ, ഫസ്റ്റ് എന്തുകൊണ്ട് ഫ്രീ ഫയർ ഇങ്ങനെ കളിക്കുന്നു, മറ്റ് വേറെ ഗെയിമൊന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് പറയാനുള്ളത് വെച്ചാൽ, ഫ്രീ ഫയർ പറഞ്ഞാൽ FPS അങ്ങനെയൊന്നും അത്ര ഇഷ്യൂ വരാത്ത സാധനമാണ്. BGMI പോലെയല്ല. BGMIയിൽ FPS മാച്ചേഴ്സ് ഉണ്ട്. അപ്പം സോ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിങ് വരുമ്പോൾ FPS ഡ്രോപ്പൊന്നും വരാതെ ലാഗൊന്നും വരാത്ത രീതിയിൽ കളിക്കാൻ കഴിയുന്നത് ഫ്രീ ഫയറിനാണ്. എൻ്റെ ഇപ്പോഴുള്ള മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ഓക്കെ. സോ വേറൊരു എക്സ്റ്റേണൽ ആപ്പ് കയറ്റിയിട്ട് അത് വെച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്തില്ല ഞാൻ ഇതിലായിട്ടും. BGMI മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പണ്ട് കുറച്ച് മുന്നേ ചെയ്തായിരുന്നു. ആ ടൈമിലൊക്കെ എനിക്ക് മറ്റേ TDM മാച്ചുകൾ കളിക്കുമ്പോൾ ഇഷ്യൂ വന്നില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരിതുണ്ടല്ലോ മറ്റേ ക്ലാസിക്, അത് കളിക്കുമ്പോഴായിരുന്നു, റാങ്ക് കളിക്കുമ്പോഴായിരുന്നു ഇഷ്യൂ വന്നിരുന്നത്. അപ്പം സോ ഈ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇവൻറ്റിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ നല്ല രീതിയിൽ ലാഗ് പറഞ്ഞാൽ അവിടെ പോസായി കളിക്കും. സോ അത് ആ ഒരു ഇഷ്യൂ കാരണമാണ് ഞാൻ ഒന്നാമത് BGMI പിന്നെ അതാക്കാൻ വിചാരിച്ച്. സോ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും ഈ വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ഗ്രൈൻഡിങ് വീഡിയോ ആയിട്ട് തന്നെ കണ്ടാൽ മതി. സോ നമുക്ക് തീരെ ടൈം വഴുക്കണ്ട, സ്റ്റാർട്ട് ചെയ്യും ഗെയിം. സോ ലെറ്റ്സ് ഗോ. എൻ്റെ കളി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കളി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്താ പറയുക ഇഷ്യൂ വരുന്നു. അത് കുറേ ദിവസം ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഗ്യാപ്പ് വന്നല്ലോ, ഒരു 1 ഇയർ. കുറച്ച് വലിയ ഗ്യാപ്പ് തന്നെയാണ് അത്, ചെറിയ ഗ്യാപ്പൊന്നുമല്ല. സോ അതിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് കളി ഇത്രയും മോശമായത്. നമ്മളെന്തായാലും ഗ്രൈൻഡ് ചെയ്താൽ കളി തിരിച്ച് പിടിക്കാൻ നോക്കാം. ഹെഡൊന്നും കയറുമെന്ന് വിചാരിക്കരുത്. നമുക്ക് കയറുന്ന ഭയങ്കര റയറായിരിക്കും. അയ്യോ, എനിക്ക് പിന്നെ എപ്പം കിട്ടിയൊരു സ്വഭാവം നുഴഞ്ഞു കയറ്റം. സൈഡിൽ കൂടെ ഒക്കെ നുഴഞ്ഞു കയറി അടിക്കും. താഴത്തെ ആളുണ്ടല്ലോ. അയ്യോ, വേറെ ആരോ ഉണ്ടല്ലോ താഴത്ത്. വേറെ ആരോ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് അടി കിട്ടിയായിരുന്നു. ഇവിടെ നല്ല എനിക്ക് കിട്ടിയ അടി കിട്ടുന്നു. ഞാൻ സ്കില്ല് യൂസ് ചെയ്യട്ടെ. ഒന്ന് ഓക്കെ, അവനടുത്ത്. അയ്യോ, എനിക്ക് അടി കിട്ടി. എടാ, എനിക്ക് കിട്ടി. ആ പൊക്കിയടി, പോയടി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ CS കളിക്കുന്നുള്ളൂ. മറ്റേത് കുറച്ച് ഒരു ആളില്ലാതെ, നമ്മുടെ സ്വന്തമായിട്ട് ഒരു ആൾക്കാരില്ലാതെ കളിക്കുന്ന ഒരു എന്താ പറയുക,
ഒരു മടുപ്പാണ്. സോ അതുകൊണ്ടാണ് ഞാനത് കളിക്കത്ത്. കയ്യിലിതില്ലല്ലോ ഗ്ലൂവാൾ. നമുക്ക് റൈറ്റ് പിടിക്കാം. ഞാൻ റൈറ്റ് പിടിച്ചിട്ട് സാധാരണ പോകാറ്. പക്ഷെ റൈറ്റ് പിടിച്ച് പോകുമ്പോൾ അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് സീ. റൈറ്റ് പിടിച്ച് പോയ പണി കിട്ടൂല്ല കണ്ടറിയാം. അതിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടാറ്റിക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇപ്പോഴാട്ടോ ഞാൻ ഈ സാധനം കാണുന്ന. ടാറ്റിക്ക് ഫുട്ടുണ്ട് കാണാൻ ആൾ ചാടിയേ. ആളവിടെ നിന്ന് എസ്കേപ്പ് ആയേ. അവിടെ ആളുണ്ട്. എനിക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടാണ്. ആരടി കിട്ടി. കിട്ടി. ഓക്കെ എടുത്ത് ആ പയ്യൻ അടിച്ചിട്ടാ. ഓക്കെ ലെറ്റ്സ് ഗോ. റൗണ്ട് 3. എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ റിപ്പയർ കിറ്റ് കൈ പിടിക്കാം. ആവശ്യം വരും. കയറിയ പോലെ പോയി കിട്ടി. ഇവിടെ മാറടാ. എനിക്കൊന്ന് ഹീൽ ചെയ്യണം. അയ്യോ ഇനി എവിടെയാള്? എവിടെയാടാ? താഴ്ത്തോ? ഇവിടെ ആളില്ലല്ലോ. അവിടെ ആ സൈഡില്ല. അങ്ങോട്ട് വരട്ടെ. അങ്ങോട്ട് വരും. സോൺ ഇങ്ങോട്ടാണ് ആവേണ്ടത്. ആ അതൊക്കെ പേടി. അവനെ കൊടുക്കും. അവൻ നെറ്റ്വർക്ക് ഓഫ്ലൈൻ ആയിട്ടോ. അയ്യോ എൻ്റെ നെറ്റാണോ പോയത്? എടാ എൻ്റെ നെറ്റിന് ഇഷ്യൂ വരുന്നുണ്ടോ? റൗണ്ട് 4 അതെന്തോ? എടാ ഇതെന്തുവാടാ? റൗണ്ട് 4 ആയിരുന്നു. ആ റൗണ്ട് 4. ശരി അപ്ഗ്രേഡ് ചെയ്യാനുള്ളൂ. ഇത് കഴിഞ്ഞിട്ടെ റിപ്പയർ കിറ്റ് കഴിഞ്ഞിട്ടെ ഇതിനെ വെള്ളം ആക്കി. ലെഫ്റ്റിക്ക് ആരും പിടിച്ചില്ലല്ലോ. ഒന്നും ചെയ്യുന്നില്ല. ലെഫ്റ്റ് പോയ അടി കിട്ടും. കൂട്ടത്തിലാരും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അതാ പ്രശ്നം. ആ കില്ലും ആകില്ല. ഞാനും എടുത്ത് നോക്കണ്ടാകുമ്പോൾ നോക്കാം. ഇങ്ങോട്ട് കളി കഴിഞ്ഞു. ആരാണ് MVP? ഞാൻ തന്നെ. ഓക്കെ ഫോൺസ് ഫസ്റ്റ്. ബ്രോൺസ് 1 കയറണം. ടൈമായിട്ടുണ്ട്. അടുത്ത കളി കയറാം. 7 ഇല്ലല്ലേ? കളി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നേരെയാക്കാൻ കഴിയുള്ളൂ. അതൊരു കാര്യം. പക്ഷെ എനിക്ക് BGMI ഭയങ്കര ടാസ്ക് ആട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ. എപ്പോഴും കളി കയ്യിൽ നിന്ന് പോയിട്ട് എടുക്കാൻ ടാസ്ക് ഭയങ്കര. ഞാനിപ്പോൾ ഈ ബട്ടൺസിനോടൊക്കെ യൂസ്ഡ് ആയി വരുന്നുണ്ട്. എൻ്റെ ഈ ബട്ടൻ്റെ ഇതൊന്നും സെറ്റിങ്സ് ഇങ്ങനെയല്ല സാധാരണ ബട്ടൺ കസ്റ്റമൈസ് ചെയ്ത്.
ഞാൻ തന്നെ മറന്നു എൻ്റെ സെറ്റിങ്സ് എടുക്കുന്നൊക്കെ. സോ ഞാൻ ഇതിനോടൊപ്പം യൂസ്ഡ് ടു വരുന്നുണ്ട്. ഒരു സാധനമുണ്ടല്ലോ, ഈ സാധനം കിട്ടിയിട്ട് എൻ്റെ അടുത്ത് ആളുണ്ടല്ലോ. അയ്യോ എടാ ചത്തടാ. ഓ ഇതിനകത്ത് കയറിയിരിക്കുന്നു. ഒന്ന് വരെ വിചാരിക്കുന്നത് കഴിച്ച് കളി പോക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഫൈറ്റ് എടുക്കുന്നത് ഒരുത്തന്നെ തട്ടിയിട്ടുണ്ട്. അടുത്തവനെ തട്ടാനുള്ള പോക്കാത്. ആ എടാ അടിക്കടാ എടാ. ആ നൈസ് 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 നൈസ്. ഏതെടുക്കും നമ്മൾ നല്ല ചെയ്യാം. 94 ഗ്ലൂ കിട്ടൂല. അവിടെ എന്താ തോംസൺ ആണ് കിടക്കുന്നത്, അതെടുക്കണം. തോംസൺ എടുക്കണം. പോട്ടെ എവിടെയാണോ തോംസൺ? ഇവിടെയാണോ? അയ്യോ ചത്ത് എടാ. തേങ്ങ കഴപ്പ് കാണിച്ചതാ. എടാ അവിടെ അവനെ പോയി പൊക്കുവാടാ അവൻ. പേട്ടെ കാര്യമില്ല. രണ്ട് ഡ്രോ ഇതാക്കിയതാടാ. ഒരു നോക്ക് ജസ്റ്റ് ഇതേ ഉള്ളൂ. കഴപ്പ് കാണിച്ച് പോയതാ ഞാൻ ഹീൽ ചെയ്യാതെ. അടി ആ ചത്ത്. 0 കിൽസോ. ഒരു നോക്കും ഒരുത്തന്നെ അത്യാവശ്യം കൊളുത്തതായിരുന്നു. ഒന്നും പറയാനില്ല. ബ്ലൂ ആവില്ലടാ. അടി M4 എടുക്കുന്നുണ്ട്. അതെങ്കിലും എടുക്കണം. ചത്താലും വേണ്ടില്ല, എനിക്കിത് കിട്ടണം. ചത്താലും വേണ്ടില്ല. ഇപ്പം അടി വരുവേ. ഓക്കെ വെറുതെ പിടുത്ത് ഞാനൊന്ന് ഹീൽ ചെയ്യാൻ വിചാരിച്ചല്ലോ. അത് എവിടുന്നാണ് കളിക്കുന്നത്? അങ്ങനെയാണേ. നൈസ്. അയ്യോ പട്ടിക്കഴിവേറി. സോറി, കുറച്ച് വേണ്ടാത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്തു. അതങ്ങനെയാണ്, ഞാൻ അറിയാതെ യൂസായി പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടെൻഷൻ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ അറിയാതെ യൂസ് ചെയ്യും. അത് അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് M4A1 എടുക്കട്ടെ. ആണോ എന്താക്കണം? സെൻട്രൊക്കെ അറിയാം. ഒരു അടി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട്, നോക്കി കയറണം ഒക്കെ പറയും. ആ സമയം ഞാൻ തന്നെ അടി കൊണ്ട് ചാവും. ഇവിടെ ആളുണ്ട് കേട്ടോ, ഇവിടെ എവിടെയോ ആളുണ്ട്. ഒരുത്തനടുത്ത്
ഒരുത്തൻ അവിടെ ലോങ്ങിലാണ്, അവനടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് ലെവൽ 4 എടുക്കാം. ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണം. Let's go. ഇത് ലെഫ്റ്റ് ചെയ്യാം. ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലെഫ്റ്റിൽ. അത് റൈറ്റ് എന്ന് പിടിച്ചത്. ഞാൻ റൈറ്റ് എന്ന് ഉദ്ദേശിച്ച് സ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, അടുത്ത നോക്ക്. ഓക്കെ, രണ്ടുപേര് നോക്ക്. പുറത്തുള്ള മാർഗ്ഗം ക്ലിയറായി. അകത്ത് ഇനി ഒരുത്തരം കൂടെ. അവനെ അങ്ങ് തൂക്കും. അവനെ ഈ കളി ജയിച്ചാൽ ഞാൻ സമ്മതിച്ച്. നമ്മുടെ ടീം നൈസാണ്. ഒരുത്തനെ തട്ടിയിട്ടുണ്ട്. വേറെ ആരോ അതിലെടുത്ത് ഷണ്ടൻ കില്ലെടുത്ത്. ഇതാരാ? എക്സ്ട്രാ പോയിന്റ് ബ്രേക്ക് ത്രൂ. ലെവലപ്പായിട്ടുണ്ട് നമ്മുടെ ഇത്. പുതിയ തുടങ്ങിയ അക്കൗണ്ടാണ്, പെട്ടെന്ന് ലെവലപ്പായി കിട്ടും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. സോ ഗൈസ്, ഇന്നത്തേക്ക് ഈ 2 മാച്ച് കളിക്കുന്നുള്ളൂ CS. അധികം കളിച്ചു കഴിഞ്ഞാൽ എന്തോ പറയുക, നമ്മുടെ ടൈം നല്ല രീതിയിൽ ലെങ്തി ആയിപ്പോവും. സോ നമ്മൾ ഓരോ മാച്ചിൻ്റെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തേക്കല്ല, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തേക്ക് ഇനി മറ്റൊന്ന് വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എല്ലാം ടൈമും എല്ലാം മാനേജ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അറിയാം ഫ്രീ ഫയർ ആയതുകൊണ്ട് തന്നെ എന്നെ കുറേ വീഴ്ചകളും എല്ലാം വരുന്നുണ്ട് എൻ്റെ ഇന്ന്. ഞാനിപ്പോൾ ട്രയൽ വീഡിയോ ആയിട്ടാണ് ഇട്ടത്. ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കട്ടെ, സൗണ്ട് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ മാക്സിമം അത് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കും. ഇനിയിപ്പോൾ സൗണ്ടിൻ്റെ ഇഷ്യൂ ആണ് വരുന്നത്, എൻ്റെ വോയിസ് കേൾക്കുന്നില്ല, ഗൺ ഫൈറ്റും എന്തൊക്കെ വരുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് മിക്കവാറും ഇതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിടേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു എക്സ്റ്റേണൽ ആപ്പ് വഴി കളിക്കേണ്ടി വരും. എനിക്ക് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടാണ് ഞാൻ അത്രയും റെക്കോർഡ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെ സൗണ്ട് ഇഷ്യൂ വരുന്നത്. വേറെ ഒരു എക്സ്റ്റേണൽ ആപ്പ് പിന്നെ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും നല്ല ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്ത് പറയുക. ഞാനെന്തായാലും ഫോണിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബഡ്സിൻ്റെ കേസ് എന്താ അറിയില്ല, മൈക്ക് ഇഷ്യൂ വരുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറവാണ്. അതെന്തോ എൻ്റെ ബഡ്സുമായിട്ട് എന്തോ ഉള്ള മൈക്ക് എന്താ കണക്റ്റ് ആകുന്നില്ല, എന്താ അറിയത്തില്ല. ഞാൻ സത്യം പറയാൻ ബഡ്സ് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇയർഫോൺസ് ഇല്ല എൻ്റെ കയ്യിൽ. ഇപ്പോൾ കറൻ്റ്ലി ബഡ്സേ ഉള്ളൂ. സോ പിന്നെ സൗണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ ഇഷ്യൂ വരുന്നുണ്ട് BGMIക്ക് കയറുമ്പോൾ, അത് വേറെ കാര്യം. സോ അതാണ് ഇഷ്യൂ വരുന്നത്. സോ വേറെ ആപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റി കുറയാൻ കാരണം മനസ്സിലായി, എൻ്റെ ഫോണിൻ്റെ മൈക്കുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതാണ് സൗണ്ട് ക്വാളിറ്റി ഇത്രയും കുറവ്. ഇയർബഡ്സിൻ്റെ മൈക്കും അല്ല കണക്ഷൻ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇത് നമ്മളെ മാക്സിമം ഇഷ്യൂസൊക്കെ റിസോൾവ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും ഇത് കളിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് വീഡിയോ ലെങ്തി ആവാതെ മാക്സിമം നോക്കുന്നുണ്ട്. അത് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആണ്, എനിക്കൊരു ബോറിംഗ് ആയിരിക്കും. എനിക്ക് പിന്നെ ഇത് അപ്ലോഡ് ചെയ്തുണ്ടാക്കാനാണ് ഏറ്റവും വലിയ പാട്, ലെങ്തി ആയി കഴിഞ്ഞാൽ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. ഇസ് മീ റിഫ്ലക്സ് സൈനിങ് ഓഫ്.
സി യു ഗൈസ്, ബൈ ബൈ, ചാച്ച, സൈനിങ് ഓഫ്.